ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കസ്റ്റാർഡ് പൗഡറും കുറച്ച് ഫ്രൂട്ട്സും ഏതെങ്കിലും കേക്കും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്പെഷ്യൽ പുഡിങ്ങാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ പഞ്ചസാരയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് കസ്റ്റാർഡ് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഈ കസ്റ്റാർഡ് പൗഡറിലേക്ക് 3 ടേബിൾ സ്പൂൺ തണുത്ത പാലും കൂടെ ചേർത്ത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡറൊക്കെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഈ കസ്റ്റാർഡ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ സ്റ്റവിൽ വെച്ച് പാനിലേക്ക് 1.5 കപ്പ് പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഏകദേശം 375 ml പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ പാലിലേക്ക് ഇനി 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു മിക്സ് ഇല്ലേ, അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ കസ്റ്റാർഡ് മിക്സ് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. മാത്രമല്ല, ഈ കസ്റ്റാർഡ് മിക്സ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. കസ്റ്റാർഡ് മിക്സ് കൂടെ ചേർത്ത് ഇതൊന്ന് തിക്കായി വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ. ഇതിപ്പോൾ 2-3 മിനിറ്റ് കണ്ടിന്യൂസ് ഇളക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ബോയിലായി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിക്കാവാൻ വെയിറ്റ് ചെയ്യേണ്ട. ഇതിനി തണുക്കുമ്പോൾ കുറച്ചുകൂടെ തിക്ക് കൺസിസ്റ്റൻസി ആയി കിട്ടും. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ആപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 കപ്പ് പഴവും 1/4 കപ്പ് പൊമഗ്രനേറ്റ് കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ 3 ഫ്രൂട്ട്സ് ഉള്ളത് കൊണ്ടാണ് ഇത് 3ഉം ചേർത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഫ്രൂട്ട്സിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തേനൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ തേൻ ചേർക്കുന്നത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തേൻ കയ്യിലുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സിലേക്ക് ഇതുപോലെ മിക്സ് ചെയ്യുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ എല്ലാം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്ത് എടുക്കാം. ആദ്യത്തെ ലെയറായിട്ട് നമുക്ക് കയ്യിലുള്ള ഏത് കേക്ക് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എലൈറ്റിൻ്റെ ഈ ഒരു ഓറഞ്ച് ഫ്ലേവറിലുള്ള കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ലെയറായിട്ട് ഈ ഒരു ഓറഞ്ച് ഫ്ലേവറിൻ്റെ എലൈറ്റിൻ്റെ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഏത് കേക്ക് പീസസ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ കേക്ക് പീസസിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഷുഗർ സിറപ്പ് കുറച്ച് ഇതിന് മുകളിലേക്ക് ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ഷുഗർ സിറപ്പ് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ കേക്ക് പീസസ് ഒന്ന് സോക്ക് ആവുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ആ ഒരു കസ്റ്റാർഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂണോ തവിയോ കൊണ്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ കസ്റ്റാർഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തേനിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഫ്രൂട്ട് മിക്സ് ഇല്ലേ, അത് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ എലൈറ്റിൻ്റെ തന്നെ പൈനാപ്പിൾ ഫ്ലേവറിലുള്ള കേക്ക് പീസസ് ആണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഫ്ലേവറിലുള്ള ഏത് കേക്ക് വേണമെങ്കിലും ഈ പുഡിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാം.
ഇനി ഈ കേക്ക് പീസസിന് മുകളിലും ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കസ്റ്റാർഡ് മിക്സും ഫ്രൂട്ട് മിക്സും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഫ്രൂട്ട്സിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ കുറച്ച് ഡേറ്റ്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഫ്രിഡ്ജിലേക്ക് ഒരു 2 മണിക്കൂർ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഈ പുഡിങ് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, പുഡിങ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു സ്പൂൺ വെച്ച് കുറച്ചൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇതാ കണ്ടില്ലേ, പുഡിങ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. കേക്കൊക്കെ നന്നായിട്ട് സോക്കായി നല്ല ജ്യൂസി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. കേക്ക് പുഡിങ് തയ്യാറാക്കാൻ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. ഏത് കേക്ക് വെച്ച് വേണമെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. കേക്കും കസ്റ്റാർഡ് മിക്സും ഫ്രൂട്ട് മിക്സും എല്ലാം ലെയറായിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ക്രിസ്മസിന് ഈ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് പുഡിങ് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.